കൊല്ലം കൊട്ടാരക്കരയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പുത്തൂർ കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിജോ റോളൻസ് തുടരുന്നു. ലിജോ, എന്താണ് ഉണ്ടായത്? സംഭവം എനിക്ക് 12:45 ഫോൺ വരുന്നത്, ഒരു കോള് വരുന്നത്. ഇതുപോലെ അടുത്തൊരു ഇത് കിടക്കുന്നത് നേരെ ഓടിച്ചത് അയാളെ പുള്ളി കോൾ ചെയ്ത് പുള്ളി കോൾ എടുക്കുകയും ചെയ്ത്. പുള്ളി കോളെടുത്ത് കഥ തുറക്കാൻ പറഞ്ഞ് ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ കഥ അകത്തോട്ട് പോകുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെളിയൊരു കുറ്റി കിടക്കുന്നു. ഞാൻ കുറ്റി തുറന്നപ്പോൾ ഇങ്ങനെ ബിൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആണെന്ന് ഞാൻ അറിയുന്നില്ല, വല്ല തലയിലോ വല്ല വിചാരിച്ച് ഇങ്ങനെ നിന്ന് ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥ ഒന്ന് അടച്ചപ്പോൾ പറഞ്ഞ് ഈ പുള്ളി ഇവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ പറഞ്ഞ് എന്നെ പണിഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. വാദം ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, എന്താണ് സംഭവിച്ചത് അവിടെ? ഈ കൊട്ടാരക്കരയിലാണ് ഇന്നലെ അർദ്ധരാത്രി, അതായത് ഇന്ന് പുലർച്ചയോടുകൂടെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. പുത്തൂർ കുഴക്കാട്ട് സ്വദേശി ശ്യാം സുന്ദറാണ് കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ കുറച്ചു കാലങ്ങളായി ഇവർ തമ്മിൽ ചില കുടുംബപരമായ ചില കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അതായത് ഓണത്തിന്റെ കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ഇവരെ രണ്ടുപേരും പിന്തിരിപ്പിച്ചയച്ചത്. അതിനുശേഷം രാത്രി ഒരു 11 മണിയോടുകൂടെ ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ധനേഷ് ഈ ശ്യാം സുന്ദറിന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തർക്കമുണ്ടായി. തുടർന്ന് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ആഴത്തിലുള്ള മുറിവാണ് കഴുത്തിന് സമീപത്തായി ഏറ്റിരിക്കുന്നത്. അത് തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് ഈ പ്രാഥമിക ഇൻക്വസ്റ്റിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതാണ് ശരീരത്തിലുള്ള ഒരു മുറിവെന്ന് പറയുന്നത്. ഈ കൊലയ്ക്ക് ശേഷം ധനേഷ് പുറത്തേക്കിറങ്ങി പോവുകയും വീട് പൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ഒപ്പം തന്നെ ഈ ശ്യാം സുന്ദറിന്റെ ഒരു ഞെരക്കമുണ്ടായിരുന്നു. സമീപ അയൽവാസി അതുവഴി പോകുന്ന സമയത്ത് തനിക്ക് കുത്തേറ്റു എന്നുള്ള വിവരം പറയുകയും അകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അകത്തേക്ക് കയറുമ്പോൾ മൃതദേഹമാണ് അതായത് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ധനേഷ് ഇപ്പോൾ പുത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. സൈഫുദ്ദീൻ. ശരി, ലിജോ റോളൻസ് ആണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.